അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. പെരിയാറിന്റെ തീരത്ത് ജീവിതത്തോട് പൊരുതി തോമസ് മാത്യു. 4-ാം വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്ക് താഴേക്ക് തളർന്നു പോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരുത്തു പിടിപ്പിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. പെരിയാറിന്റെ തീരത്ത് ജീവിതത്തോട് പൊരുതി കീരമ്പാട് സ്വദേശി. 4-ാം വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്ക് താഴെ തളർന്നു പോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരുപിടിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് തോമസ് മാത്യു. തന്റെ മുച്ചക്ര വാഹനത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തട്ടേക്കാട് പെരിയാർ നദീ തീരത്തേക്ക് എത്തുന്ന തോമസ് ചില ദിവസങ്ങളിൽ വള്ളം നിറയെ മീനുകളുമായാണ് മടങ്ങുന്നത്. ഒന്നും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. തട്ടേക്കാട് പാലത്തിന് താഴ്വശത്താണ് പ്രധാനമായും മീൻപിടുത്തം. മുച്ചക്ര വാഹനത്തിൽ എത്തുന്ന തോമസ് കൈകളുടെ കരുത്തിൽ നിരങ്ങി നീങ്ങി വള്ളത്തിലേക്ക് കയറും. വള്ളം തൊഴിഞ്ഞ പെരിയാറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉടക്കുവല സ്ഥാപിക്കും. ചില സമയങ്ങളിൽ വീശുവലയും തണ്ടാടിയും ചൂണ്ടയുമൊക്കെ മീൻപിടുത്തത്തിന് ഉപയോഗിക്കും. ശാരീരിക പരിമിതികളെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളായാണ് കാണുന്നതെന്നും എന്ത് ജോലി ചെയ്യാനും തയ്യാറാണെന്നും തോമസ് പറഞ്ഞു. ശാരീരികമായിട്ട് വൈകല്യമുണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളാണ്. നമ്മൾ ധൈര്യം സംഭരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ഇന്ന പണിയുന്നില്ല, അത്യാവശ്യം ജീവിതത്തിൽ അത്തരം പണികൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. എന്ത് പണിയും ചെയ്യാൻ നിലവിൽ തയ്യാറാണ്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ മീൻപിടുത്തമാണ്. ഇത് എനിക്ക് വള്ളം നിലവില് നമ്മുടെ കോട്ടയം ടോണിച്ചായൻ സ്പോൺസർ ചെയ്തതാണ്. വള്ളം വലയൊക്കെ അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ്. ഞാനിപ്പോ മീൻ പിടിച്ചു ഇങ്ങനെ ഉപജീവിക്കുന്നു. പെരിയാറിന്റെ തീരത്ത് ആത്മവിശ്വാസത്തിന്റെ പുതിയ പാഠമെഴുതുന്ന തോമസ് മാത്യു ശാരീരിക പരിമിതികൾ ജീവിതത്തെ തടയാനാവില്ലെന്ന് തെളിയിക്കുന്ന ശക്തമായ ഉദാഹരണമാണ്. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന തോമസ് മാത്യു ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണെന്ന് പൊതുപ്രവർത്തകനായ രാജു പറഞ്ഞു. നമുക്ക് സാധാരണ ആരോഗ്യമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് എന്താ വെച്ചാൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. കാരണം ആ ചെറുപ്പക്കാരെ ഇവിടെയുള്ള ഈ പരിമിതമായ ഈ അംഗവൈകല്യമുള്ള അദ്ദേഹം ഇതുപോലെ അധ്വാനിക്കാൻ താല്പര്യം കാണിക്കുന്ന നമുക്കൊരു മാതൃകയാണ്. മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരനും നല്ലൊരു കർഷകനും കൂടിയാണ് തോമസ്. എന്നാൽ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി ഇന്ന് വള്ളത്തിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.